സൂപ്പർ ഹിറ്റ് ചിത്രമായിട്ടുള്ള മാളികപ്പുറത്തിൻ്റെ ടീം വീണ്ടും ഒന്നിച്ച സിനിമയാണ് സുമതി വളവ്. ഉണ്ണിമുന്തയില്ല കേട്ടോ, ബാക്കി ഏകദേശമുള്ള ടീമുകളെല്ലാം ഉണ്ട്. എഴുതിയിരിക്കുന്നത് അഭിലാഷ് പിള്ള. അഭിലാഷ് പിള്ള ഇതിൽ ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അഭിനയൊന്നും അത്ര വലിയ ഇതൊന്നുമില്ല. സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണു ശശിശങ്കർ. പിന്നെ ഇതിൽ ഒരു ലോഡ് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറയാലോട്ട്, ഇത് 93 നടക്കുന്ന കഥയാണ്. ആ കാലഘട്ടമാണ്. മാക്സിമം കാലഘട്ടമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി അവിടെ തിയേറ്ററിൽ ഓടുന്ന സിനിമകളൊക്കെ 93 റിലീസ് ചെയ്തതാണ്. അവൻ്റെ ഒരു CD കടയുണ്ട്. CD കടയിലുള്ളതൊക്കെ അതിന് മുമ്പേ ഇറങ്ങിയ സിനിമകളുടെ പോസ്റ്ററൊക്കെ അത്രയും ശ്രദ്ധയോടെ ആ കാര്യങ്ങളും ആർട്ടും ഒക്കെ നന്നായിട്ട് എന്നെ ചെയ്തിട്ടുള്ളതായിട്ട് തോന്നി. സിനിമയുടെ തുടക്കത്തിൽ ഹൊറർ പടമാണല്ലോ, ഹൊറർ സീൻ വയ്ക്കണം. ഹൊറർ സീൻ വയ്ക്കുമ്പോൾ ഒരു സംഭവം ഇൻട്രൊഡക്ഷൻ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു സീൻ വന്നു. തുടക്കത്തിൽ നല്ല ഇമ്പാക്റ്റ് ആയിരുന്നു. പക്ഷേ അത് നമ്മളങ്ങനെ പേടിച്ചിരിക്കേണ്ട ഒരു രംഗം വരുമ്പോഴേക്കും ജസ്നിയ കെ ജഗദീഷ്, മറ്റേ മാമനും പെങ്ങടെ മോളും തമ്മിലുള്ള ഡാൻസ് കളിച്ച് വൈറലായിട്ടുള്ള കുട്ടിയില്ലേ, ആ കുട്ടി ഇതിലും ഞാമ എന്ന് വിളിക്കുന്നുണ്ട്. നല്ല കോമഡി ആയിരുന്നു. പിന്നെ അവരിലോട് നാട്ടുകാരെ ഇങ്ങനെ കാണിക്കുകയാണ്. നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരത്തിനിറങ്ങിയ പോലത്തെ നാട്ടുകാർ. ആർക്കും ക്യാരക്ടർ ആർക്കോ രജിസ്ട്രേഷനോ ഒന്നുമില്ല. ചുമ്മാ അന്തവും കുന്തവും ഇല്ലാതെ കുറേ ആൾക്കാർ എടുത്തിട്ടാണ് ഇവർ തമ്മിലുള്ള ഡയലോഗ്. ഇത് ഭയങ്കര പഴയ പടങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ സംസാരം, കോമഡി. അത് പ്രോപ്പറായിട്ട് എഴുതിയിട്ടില്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ എഴുതി കുറച്ച് നേരം തള്ളിക്കൊണ്ട് പോവുക. ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ഗ്രാമത്തിലുള്ള ആൾക്കാരല്ലേ, അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ, അതും ചെറിയ ആർട്ടിസ്റ്റുകളെയൊന്നുമല്ല, നമ്മൾ കണ്ട് പരിചയമുള്ള ആൾക്കാരെ തന്നെയാണ് യാതൊരു ആർക്കും ഇല്ലാതെ ഇങ്ങനെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. കുറേ സീനുകൾ അങ്ങനെ പോയി. പിന്നെ കുറേ പാട്ടുകൾ. വിഷ്ണു ശശിശങ്കറിന് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ മാളികപ്പുറത്തിൽ ഇത്രയും പാട്ടുകളില്ലായിരുന്നല്ല, ഇതിലെന്തിനാണ് പിന്നെ ഇത്രയും പാട്ടുകൾ കുത്തിക്കയറ്റി വെച്ചിരുന്നത്? എന്ത് ചെയ്താലും പാട്ടുകൾ കേൾക്കാൻ രസം ഉണ്ടെങ്കിൽ എന്ത് വേണമായിരുന്നു. പക്ഷേ രഞ്ജിൻ രാജിൻ്റെ സ്കോർ അടിപൊളിയായിരുന്നു കേട്ടോ. പാട്ടുകളൊന്നും തീരെ പോരാ. ഇപ്പോൾ ഒരേപോലത്തെ പാട്ടുകൾ തന്നെ നമ്മൾ കുറേ ഇതുപോലത്തെ റൊമാൻറ്റിക് പാട്ടുകളും അതും ഇതുമൊക്കെ കേട്ട് മടുത്ത്. അപ്പോൾ അത് തന്നെ വീണ്ടും ഒരു ആവശ്യമില്ലാതെ എല്ലായിടത്തും കുറേ പാട്ടുകൾ കുത്തിക്കയറ്റിച്ചു. സിനിമ ഒന്ന് രസം പിടിച്ച് വരുന്ന സമയത്ത് ഈ പാട്ടിങ്ങനെ വരും. അതങ്ങനെ. പിന്നെ ഒരു പ്രേമം വരുന്നുണ്ട്. അർജുൻ അശോകൻ്റെ പ്രേമമാണ്. ഒരു രീതിയിലും ഉള്ള ഒരു ഡെവലപ്മെൻറ്റും ഇല്ലാതെ വെറുതെ ഒരു പ്രേമം ഫോഴ്സ്ഡായിട്ട് വെച്ചിട്ട് ഇതിൽ ഒരു സൈഡിൽ കൂടി സുമതിയുടെ സീനുകൾ വരുന്നുണ്ട്. സുമതിയുടെ സീൻ വരുമ്പോഴേക്കും ഒരു ഹൊറർ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. MR രാജകൃഷ്ണൻ്റെ സൗണ്ട് ഡിസൈൻ നല്ല ഫീലായിരുന്നു. പ്രേതം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും ചാടുന്നതും ബഹളമൊക്കെ നമുക്ക് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഹൊറർ സീൻസൊക്കെ അത്യാവശ്യം വൃത്തിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ സിനിമോട്ടോഗ്രഫി ആണെങ്കിലും ആ ഒരു ഇദ്ദേഹത്തിൻ്റെ മേക്കിംഗ് നന്നായിട്ടുണ്ട് നമ്മുടെ വിഷ്ണു ശശിശങ്കറിൻ്റെ. പക്ഷെ അല്ലാത്ത സീൻ വരുന്ന സമയത്ത് വീണ്ടും പടം ഇങ്ങനെ അങ്ങ് പോയി. ഫസ്റ്റ് ഹാഫിനോട് അടുപ്പിച്ച് ഒരു 10-15 മിനിറ്റ് നീളുന്ന ഒരു ഇൻ്റർവൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. സെറ്റ് സാധനമായിരുന്നു. തിയേറ്റർ ഇമ്പാക്റ്റ് പിടിച്ചിരുത്തി എന്ത് സംഭവിക്കുമെന്ന് കാണാനുള്ള ആകാംക്ഷയോടെ നമ്മളെ കൊണ്ടുപോയ ഒരു 10-15 മിനിറ്റ് സുമതിയുടെ സംഭവം പടത്തിൽ ഉണ്ട്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ആ ഒരു 10-15 മിനിറ്റാണ്. ഇയാളുടെ പണി അവിടെ നടന്നിട്ടുണ്ട്. പടം പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് പോയി. പിന്നെ നമ്മുടെ 90s രാജസേനൻ അതുപോലത്തെ സിനിമയിലോട്ട് പടം പോണ്, ഗോഡ് ഫാദർ, ഇങ്ങനെയൊക്കെ കുറേ പരിപാടികൾ. എൻ്റെ പൊന്നടെ ഇതെക്കോട്ടടെ പോടാ. പിന്നെ സുമതി പിന്നെ കോമഡി പീസാണ് സുമതി കുടുംബാവ സുമതി. ആ രീതിയിൽ സിനിമ എടുത്ത് വെച്ചിട്ട് ഇതിൽ സുമതിയുടെ ലെയർ അല്ലാതെ വേറെ 1-2 ലെയറുണ്ട് കേട്ടോ. ഒരു പെൺകുട്ടിയെ മിസ്സിങ്ങിൻ്റെ ഒരു പരിപാടി അല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. 1-2 കഥാപാത്രങ്ങളുടെ ഒരു കഥകളൊക്കെ ഫ്ലാഷ് ബാക്കി പോകുന്നുണ്ട്. ഇതൊക്കെ ഏത് വാക്കിനും കൊണ്ട് അവസാനിക്കുമെന്നുള്ളത് ഭയങ്കര പ്രെഡിക്റ്റബിളായിട്ട് അങ്ങനെ അങ്ങ് കണ്ടു തീർത്ത സിനിമ. ഇത് ഫാമിലി ഓഡിയൻസിനൊക്കെ ചിലപ്പം ഒരു പക്ഷേ വർക്കാവും. ഇതിൽ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കുറേ സീനുകളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഇടയ്ക്ക് കുത്തിയേറ്റിയ പാട്ടുകളും ആർട്ടിഫിഷ്യലായിട്ടുള്ള സീരിയൽ ലെവൽ ഡയലോഗ്സും കോമഡിയൊക്കെ പടത്തിന് ബാക്കിലോട്ട് അടിച്ചു. പിന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റോറി ഒന്നുമില്ല. ചുമ്മാ ഇങ്ങനെ സുമതി വളവ് വെച്ചിട്ട് ഒരു സിനിമ ഡെവലപ്പ് എടുത്ത് അങ്ങ് കാണിച്ച് പോകണം. സെക്കൻഡ് ഹാഫ് തീരെ ഫ്ലാറ്റായി പോയി. പഴയ 90s സിനിമകൾ 93 നടക്കുന്ന കഥയായതുകൊണ്ട് തന്നെ 90s സിനിമകളെ പോലത്തെ ഒരു എൻഡിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് പോയി. ഇനിയാണ് നമ്മൾ പ്രധാന ഘട്ടത്തിലോട്ട് കിടക്കുന്നത്. ഇതിലുള്ള ഓരോ കഥാപാത്രങ്ങളെയും ഞാൻ പറഞ്ഞുതരാം. അർജുൻ അശോകനുണ്ട്. അർജുൻ അശോകന് പറ്റിയ ഒരു റോൾ തന്നെ. പക്ഷേ ക്യാരക്ടർ ആർക്ക് കാര്യങ്ങളൊന്നുമില്ല. പേടിത്തൂരിയാണ് മറ്റേന്ന് കാണിക്കുമെങ്കിലും പിന്നെ അതൊക്കെ വെറുതെ ഇങ്ങനെ ഇട്ട് അങ്ങ് പോകുന്ന ഒരു കഥാപാത്രം. മാളവിക മനോജ് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നതിനപ്പുറം വേറെ ഒന്നും കാര്യമായിട്ടില്ലായിരുന്നു. സിദ്ധാർത്ഥ് ഭരതൻ, എന്തിനാണ് സിദ്ധാർത്ഥ് ഭരതനെ ഈ സിനിമയിൽ എടുത്തിട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. പുള്ളി വന്നിട്ട് എന്തോ മറയ്ക്കും എന്നുള്ള സെറ്റപ്പിൽ എല്ലാവർക്കും ഇൻട്രോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത്. കുറേ കോമഡിയൊക്കെ സിദ്ധാർത്ഥ് ഭരതൻ കാണിച്ചിട്ടുണ്ട്. ഗോകുൽ സുരേഷ് മീശയൊക്കെ വെച്ച് ഇത്തിരി കലിപ്പനാണ്.
പക്ഷേ കലിപ്പൻ മാധവ് സുരേഷിനെ പോലെ ആയില്ല, രസമായിരുന്നു കാണാൻ. പഴയ സുരേഷ് ഗോപിയെ പോലെ തന്നെ ഇരിക്കുന്നത്. സുരേഷ് ഗോപി ഒന്ന് നിൽക്കും പോലെ ഇരിക്കും രാത്രിയൊക്കെ, ഇവൻ്റെ നൈറ്റ് ഷോട്ടൊക്കെ കാണിക്കുമ്പോൾ രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാരക്ടർ വലിയ കാര്യമൊന്നുമില്ല. ബാലു വർഗീസ് വെറുതെ, സൈജു കുറുപ്പ് വെറുതെ, ശിവതയ്ക്ക് ഇമ്പാക്റ്റുള്ള സീനുകളുണ്ട്, കുഴപ്പമില്ല. വേസ്റ്റ് കഥാപാത്രമൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ദേവനന്ദയുണ്ട്, മാളികപ്പുറത്തിൻ്റെ ആ കൊച്ച് ഹിറ്റായല്ലോ, അവളെ നല്ല എല്ലാവരും അട്രാക്റ്റീവ് ആയിരുന്നു ആ ക്യാരക്ടർ. കുട്ടി എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് ആ കുട്ടിയെ വീണ്ടും ഈ സിനിമയിൽ ഇട്ടിട്ടുണ്ട്. വെറുതെ കുത്തിക്കറ്റിയ ഒരു കഥാപാത്രം. പിന്നെ ശ്രീപത്ത് ഞാൻ മാളികപ്പുറത്തിൽ ചെറുക്കൈ, അവൻ ഇതിൽ രസമായിരുന്നു. അവൻ പറഞ്ഞ സീനൊക്കെ അവൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ അവൻ രസമാക്കി എടുത്തിട്ടുണ്ട്. കോമഡി ഉണ്ട്, വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ജൂഹി ജയകുമാർ, ഗോപിക അനിൽ, സാന്ത്വനം സീരിയലിലുള്ള ഗോപിക അനിൽ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കഥാപാത്രമാണ്, വെറുതെ. ശ്രാവൺ മുകേഷ്, സ്മിനു സിജോ, മനോജ് കെ യു എന്നുള്ള മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സിനിമയുടെ ട്രെയിലറിലൊന്നും പുള്ളിയുടെ പേരില്ല. ഇദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട് വരുന്നതാണ്. പിന്നെ നമ്മുടെ ക്രോണിക് ബാച്ചിലറിലെ കുടിയൻ, ഇന്നെ ഞാൻ കൊല്ലൂടാ കുറുക്കം കിട്ടവനെന്ന് പറഞ്ഞ കുടിയണ്ണന് ഒരു റോൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്ന് മനസ്സിലാവും, പക്ഷേ അവിടെ ഉണ്ട്, വേറെ കാര്യമായിട്ടും ചെയ്യല്ല. കോട്ടയം രമേശുണ്ട്. പിന്നെ നമ്മുടെ നടൻ ജയകൃഷ്ണൻ, മറ്റേ അൾട്രാ ബേസ് ഇട്ട് സംസാരിക്കുന്ന മനുഷ്യൻ. ആ മനുഷ്യനെ മീശയും എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് നിർത്തിക്കുകയാണ് ഒരു കോമഡി ആയിട്ട്. മനുഷ്യൻ ഫസ്റ്റ് ഹാഫിൽ മൊത്തം തീറ്റിയായിരുന്നു. എന്തിനാണ് കാണുമ്പോൾ തന്നെ ആ മനുഷ്യൻ, അയ്യോ ഈ മനുഷ്യൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് എന്തിനാണെന്ന് നമുക്ക് തോന്നിപ്പോയി. പിന്നെ നന്ദു ഉണ്ട്, ശ്രീജിത്ത് രവി ഉണ്ട്, ചക്കപ്പഴം റാഫി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു, അവിടെ ഉണ്ട്. ചക്കപ്പഴം റാഫി നമുക്ക് അറിയാതുള്ളതുകൊണ്ട് ഈ മനുഷ്യൻ അതാണല്ലോ എന്ന് നമുക്ക് തോന്നി. പിന്നെ ശ്രീകാന്ത് വെട്ടിയാറും അമ്മയും ഒരു കോംബോ വരുന്നുണ്ട്. ഗോകുലം ഗോപാലനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഗോകുലം ഗോപാലിൻ്റെ കൂടെ മുരളി കുന്നുംപുറത്ത് കൂടി ഉണ്ട്. ശങ്കർ പി വി ആണ് സിനിമാറ്റോഗ്രഫി, നല്ല വർക്കായിരുന്നു. എസ്പെഷ്യലി നൈറ്റ് ഷോട്ട്സും ഹൊറർ സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ ഷഫീഖ് മുഹമ്മദ് അലിയുടെ എഡിറ്റിങ്ങും നന്നായിട്ടുണ്ടായിരുന്നു. അജയ് മങ്ങാടിൻ്റെ ആർട്ട് നന്നായിരുന്നു. MR രാജേഷിൻ്റെ സൗണ്ട് ഡിസൈൻ ഒക്കെ സെറ്റായിരുന്നു. അങ്ങനെ ഒരു പടം. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. ഈ സ്കൂളിൽ സത്യപ്രതിജ്ഞ പറയാൻ നേരത്ത് മറ്റേ നമ്മൾ ഒരു കാര്യപരിപാടിക്ക് അടുത്തതായിട്ട് ആശംസ പ്രസംഗത്തിൽ ഇന്ന ആളെ ക്ഷണിക്കുന്നു എന്ന് പറയും പോലെ സ്കൂളിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ഇന്ന കുട്ടിയെ നമ്മൾ ക്ഷണിച്ചു കൊള്ളുന്നു എന്ന് നമ്മൾ പറയുമോ? ഞാൻ കണ്ടിട്ടില്ല ഒരു സ്കൂളിലും, ഞാൻ പഠിച്ച സ്കൂളിലും ഇല്ലായിരുന്നു. ഇതിൽ വന്നിട്ട് വാവക്കുട്ടനെ ക്ഷണിക്കുകയാണ് പ്രതിജ്ഞ ചൊല്ലാൻ വേണ്ടി. പിന്നെ സഞ്ജയനത്തിന് ഇടും പോലെ ഇല മുറിച്ച് തുമ്പല അല്ലാതെയൊക്കെ ഇരുന്ന് കല്യാണത്തിന് സദ്യ ഉണ്ണയൊക്കെ ഈ പടത്തിലാണ് കാണാൻ സാധിച്ചത്. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കോമഡികളുണ്ട്. പിന്നെ സിനിമയിൽ കോമഡി ആയിട്ട് അവർ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും ഏറെക്കുറെ വർക്കൗട്ടായില്ലേ. ആ ചെറുക്കൻ്റെ 1-2 കോമഡി കൊള്ളാം. മൊത്തത്തിൽ പറഞ്ഞാൽ ഫാമിലി ഓഡിയൻസിനൊക്കെ പോയി കണ്ടാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന, ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തീരെ കൂലംകുഷമായിട്ട് ചിന്തിക്കാതെ ജസ്റ്റ് ഒരു സിനിമ കാണുക, ഹൊറർ പരിപാടി, ഫാമിലി ഓറിയൻറ്റഡ് പഴയ സിനിമകളൊക്കെ, വസന്ത സിനിമകളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ, ഫാമിലി ഓഡിയൻസിന് ചിലപ്പം ഈ സിനിമ വർക്കായേക്കാം. എനിക്ക് നോക്കുമ്പോൾ തീരെ എഴുത്തിന് ഒരു ഡെപ്തും ഇല്ലാതെ സുമതി വളവ് എന്നുള്ളൊരു തീം എടുത്ത് വെച്ചിട്ട് വെറുതെ കാട്ടിക്കൂട്ടിയ ഒരു സിനിമ, കുറേ കഥാപാത്രങ്ങളെയും മുന്നും പിന്നൊന്നും ഇല്ലാതെ ഇട്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ പടം ഫീൽ ചെയ്തിട്ടുള്ളത്. സുമതി വളവ്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.